ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹൻലാൽ സിനിമകളിലൂടെ 109 ഭാഗത്തിൽ ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത നോർത്ത് വെസ്റ്റ് എന്ന ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രിയദർശൻ കഥയെഴുതി തിരക്കഥയും സംഭാഷണവും ശ്രീനിവാസൻ എഴുതി പ്രിയദർശൻ്റെ സംവിധാനത്തിൽ തൃപ്തി ഫിലിംസ് നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. മോഹൻലാൽ, മണിയൻ പിള്ള രാജു, ലിസി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം എസ് കുമാറും എഡിറ്റിംഗ് എൻ ഗോപാലകൃഷ്ണനും നിർവഹിച്ചിരിക്കുന്നു. പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് KJ ജോയിയാണ്. 130 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രം ഗാന്ധിമതി ഫിലിംസ് 1986 ഏപ്രിൽ 11 വിതരണത്തിനായി തിയേറ്ററുകളിൽ എത്തിച്ചു. എസ് രമേശൻ നായരുടെ വരികൾക്ക് രഘുകുമാർ ഈണം നൽകിയ ഗാനങ്ങൾ MG ശ്രീകുമാർ, ചിത്ര, KJ യേശുദാസ് എന്നിവർ ആലപിച്ചിരിക്കുന്നു. ഗാനങ്ങൾ: നീ 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 എൻ്റെ ജീവൻ, അതിൽ നീ എന്നും എൻ്റെ ജീവൻ, രാപ്പാടി കേഴുമ്പോഴും തേടി തേടി എന്നും ഈറൻ കണ്ണുമായി എന്നു തുടങ്ങുന്ന ഗാനവും, നീ എൻ കിനാവോ പൂവോ നിലാവോ, രാഗം തുളുമ്പും പൂന്തേൻ കുഴമ്പോ എന്ന് തുടങ്ങുന്ന ഗാനവുമാണ് ചിത്രത്തിൽ ഉള്ളത്. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ വേണുഗോപാലായി മോഹൻലാൽ, ലിസി സുനിത മേനോനായി, യഥാർത്ഥ പേര് ആനി എബ്രഹാം എന്നാണ്, രാമദാസനായി മണിയൻ പിള്ള രാജു, വേണുഗോപാലിൻ്റെ സഹോദരി ശോഭയായി മേനക, ഉദയവർമ്മയായി ജഗന്നാഥവർമ്മ, പോലീസ് കമ്മീഷണർ സത്യനാഥനായി CI പോൾ, മിന്നൽ ബാബു ക്രൈം ഇൻസ്പെക്ടർ DOSP ആയി മിന്നൽ ബാബുവായി ജഗദീഷ് ശ്രീകുമാർ, ക്രൈം ബ്രാൻഡ് DOSP ആയി ശ്രീനാഥ്, SI രാജഗോപാലായിട്ടാണ് ശ്രീനാഥ് അഭിനയിക്കുന്നത്, ജേക്കബ് ആയി മുകേഷ്, ശ്രീദേവിയായി രാഗിണി, ഡേവിഡ് ആൻ്റണിയായി ക്യാപ്റ്റൻ രാജു, പ്രീസ്റ്റ് ആൻഡ്രൂസ്റ്റായി ശ്രീനിവാസൻ, ജഡ്ജി നാരായണക്കുറുപ്പായി ശങ്കരാടി, ജെയിംസായി ചാക്കോ, ഫോറൻസിക് ഓഫീസറായി സുകുമാരി, റോഗർ ആയി ബോബ് ക്രിസ്റ്റി, ജയനായി ശിവജി, ഹിപ്നോട്ടിസ്റ്റായി കൊതുക് നാണപ്പൻ, കൂടാതെ സീനത്ത് സുലക്ഷണ, ഡിസ്കോ ശാന്തി, ഫാസിൽ, PA ലത്തീഫ് എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കം: വേണുഗോപാൽ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. സ്ത്രീകളുടെ അടുത്തിരിക്കാൻ, ഇടപഴകാൻ, അവരെ ഇംപ്രസ് ചെയ്യിക്കുന്നതിനും വേണ്ടി സ്വയം വീമ്പിളക്കാൻ ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് വേണുഗോപാൽ. ജോലി കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം അയാൾ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. ഒരു ടാക്സി പിടിച്ച് തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഒരു സുന്ദരിയായ യുവതി കൈകാണിച്ച് കാറിൽ ചാടിക്കയറി ഇരിക്കുകയും അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് വിടാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ വേണുഗോപാലിന് അവളെ ഒഴിവാക്കി വിടാൻ തോന്നിയില്ല. അവളെ അയാൾ ഹോട്ടലിൽ വിടാമെന്ന് സമ്മതിക്കുകയും വഴിയിൽ അവൾ എഴുതിയ ഒരു കത്ത് പോസ്റ്റ് ചെയ്ത് സഹായിക്കുകയും ചെയ്യുന്നു. ആ സ്ത്രീ ഏതോ ഭയങ്കരമായ ടെൻഷൻ അനുഭവിക്കുന്നതായി തോന്നിയിരുന്നു വേണുഗോപാലിന്. ആ തിരക്കിൽ വേണുഗോപാൽ വളരെയേറെ പണിപ്പെട്ടു എങ്കിലും അവൾ അധികം ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല. അവളെ ഹോട്ടലിൽ ഇറക്കി അയാൾ സിനിമയ്ക്ക് പോയി. പുറത്ത് വാഷിംഗ് റൂമിൽ പോകാനിറങ്ങിയ അയാളോട് കത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ഗുണ്ടകൾ മോശമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അയാളെ തൂക്കിയെടുത്ത് അവരുടെ ബോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ കത്തിൻ്റെ വിലാസം ആവശ്യപ്പെടുകയാണ് അയാൾ ചെയ്തത്. കത്ത് പോസ്റ്റ് ചെയ്തു എങ്കിലും അത് ഒരു തവണയും കണ്ട് അയാൾ നോക്കി വായിച്ചു എങ്കിലും അതിലെ വിലാസം അയാൾ അത്ര കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിലാസം നൽകാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാൾ അവർക്ക് വിലാസം നൽകാൻ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു എങ്കിലും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സംഭവത്തെ തുടർന്ന് അടുത്ത ദിവസം വേണുഗോപാൽ മിന്നൽ ബാബു എന്ന പോലീസ് ഓഫീസറെ സമീപിച്ച്
പരാതി നൽകുകയും അയാൾ വേണുഗോപാലിനെ കൊണ്ടുപോയ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു, ഹോട്ടൽ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ ആ സംഭവവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും മായ്ക്കപ്പെടുകയും എല്ലാം തനിക്കെതിരെ തിരിഞ്ഞു വരുന്നതുമാണ് അയാൾ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നുമില്ലായിരുന്നു. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായി അയാൾ കഴിഞ്ഞ ദിവസം ആ സ്ത്രീയെ, ശ്രീദേവി എന്ന പേരാണ് പറഞ്ഞത്, ശ്രീദേവിയാണ്. കഴിഞ്ഞ ദിവസം ആ സ്ത്രീയെ ഇറക്കിവിട്ട ഹോട്ടലിൽ പോയി അന്വേഷിക്കുന്നു. ഹോട്ടലിലേക്ക് പോയി അവളുടെ റൂമിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അവളുടെ മൃതശരീരം തൻ്റെ ദേഹത്തേക്ക് വീഴുന്നതാണ് അയാൾ അറിയുന്നത്. അവളെ കൊന്നത് ഡേവിഡ് ഫെർണാണ്ടസ് ആണ്. ഒടുവിൽ താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്കെല്ലാം താൻ സമാധാനം പറയേണ്ട ഒരവസ്ഥയിലെത്തി വേണുഗോപാൽ. ഈ സമയത്ത് ഹോട്ടലിൽ നിന്നും ഒരുവിധം അയാൾ രക്ഷപ്പെട്ട് താൻ താമസിക്കുന്ന റൂമിൽ വന്ന് കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഉറങ്ങി എണീറ്റപ്പോൾ ശ്രീദേവിയുടെ കൊലപാതകി എന്ന ഹെഡിങ്ങിൽ ടിവിയിൽ ന്യൂസ് വരുന്നതാണ് കണ്ടത്. വേണുഗോപാലിൻ്റെ ചിത്രവും വീഡിയോയും ഒക്കെ നൽകിയിരുന്നു. പിടിച്ചു കൊടുക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. അതനുസരിച്ച് ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് പോലീസിനെ അറിയിക്കുകയും വേണുഗോപാലിന് ആ ഹോട്ടലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. പോലീസ് അവിടെ അന്വേഷിച്ചു വരുന്നു. തൻ്റെ അങ്കിളിൻ്റെ റൂം ആണെന്ന് തെറ്റിദ്ധരിച്ച് ആനി ആ റൂമിൽ കയറുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മിന്നൽ ബാബു എന്ന ഇൻസ്പെക്ടർ വേണുഗോപാലിനെ പിടികൂടുന്നു. മിന്നൽ ബാബുവിൽ നിന്നും വേണുഗോപാലിനെ രക്ഷപ്പെടുത്തി സുനിത അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ ഒരു ജേർണലിസ്റ്റാണ് എന്നാണ് അയാളോട് പറയുന്നത്. കത്തിലെ അഡ്രസ്സ് ഓർത്തെടുക്കുവാനായി അവർ ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കാണുന്നു. അങ്ങനെ അഡ്രസ്സ് കണ്ടെത്തുകയും കത്ത് പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങുകയും ചെയ്യുന്നു. പോലീസ് ഓഫീസർക്ക് വേണ്ടി എഴുതിയ ഒരു കത്തായിരുന്നു അത്. കത്ത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു കോഡ് ഭാഷയാണ് ഉണ്ടായത്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒടുവിൽ അത് മനസ്സിലാക്കിയെടുക്കുന്നു. ഏത് റോമൻ ലെറ്ററൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. ഉദയവർമ്മയുടെ കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട രത്നങ്ങളെക്കുറിച്ചാണ് അതിലുള്ളത് എന്ന് അവർ മനസ്സിലാക്കുന്നു. ആ രേഖകൾ പോലീസിന് കൈമാറി വേണുഗോപാലിൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നവർ വിചാരിക്കുന്നു. പോലീസാണെന്ന് കരുതി സുനിത ചെന്നെത്തുന്നത് ഡേവിഡ് ഫെർണാണ്ടസിനടുത്താണ്. ആ ലെറ്റർ കൈക്കാലാക്കുവാനായി അവർ വേണുഗോപാലിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. താൻ സുനിതയല്ല എന്നും ആനി ഫെർണാണ്ടസ് ആണെന്നും സുനിത പറയുന്നു. സഹോദരനെ കൊന്നവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് താൻ സുനിത മേനോനായി വേണുഗോപാലിൻ്റെ മുൻപിൽ എത്തിയത് എന്നും അവൾ അറിയിക്കുന്നു. ഒടുവിൽ വേണുഗോപാൽ രത്നങ്ങൾ കണ്ടെത്തുന്നു. അത് തട്ടിയെടുക്കാനായി ഡേവിഡും പിറകെ കൂടുന്നു. രത്നങ്ങൾ നൽകി ഉദയവർമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണുഗോപാൽ ശ്രമിക്കുന്നു. എങ്കിലും ഉദയവർമ്മയെ അവർ നേരത്തെ തന്നെ കൊലപ്പെടുത്തിയിരുന്നു. ഒടുവിൽ ഉദയവർമ്മയെ കൊന്നതിൻ്റെ കേസ് അതിൻ്റെ പ്രതിയായി രാമദാസിനെ പിടിക്കുന്നു. കാരണം അയാൾ ആദ്യം പറഞ്ഞിരുന്നു കള്ളം അതുപോലെ ഉദയവർമ്മയെ കൊല്ലുന്നത് പോലെ അഭിനയിക്കാൻ പോലീസ് ഓഫീസർ സത്യനാഥൻ പറഞ്ഞ് അയാൾ ചെയ്തിരുന്നല്ലോ. അതുകൊണ്ടാണ് രാമദാസിനെ സംശയിച്ച് പിടികൂടാൻ കാരണം. കോടതിയിൽ ആ കേസ് എത്തിയപ്പോൾ തെളിവുകളൊന്നും ഒക്കെ രാമദാസിന് എതിരായിരുന്നതിനാൽ രാമദാസിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ആ സമയത്ത് ഡേവിഡിൻ്റെ അനുയായിയായിരുന്ന ജയൻ താനാണ് കൊന്നത് എന്ന് കോടതിയിൽ വന്ന് പറയുകയും രാമദാസിനെ വെറുതെ വിടുകയും ചെയ്യുന്നു. പ്രിയദർശൻ്റെ എല്ലാ ചിത്രത്തിലും എന്നതുപോലെ ക്ലൈമാക്സ് കുറച്ച് ബഹളമയമൊക്കെ ആയിരുന്നു. എങ്കിലും ഒരു കോമഡി ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകരെ ആകർഷിക്കുകയും കൊമേഴ്സ്യലി വിജയിക്കുകയും ചെയ്ത ചിത്രമാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. പൊതുവെ 1986 മോഹൻലാൽ ചിത്രങ്ങളുടെ വിജയകാലഘട്ടമായിരുന്നു. 1986 ഇറങ്ങിയ മിക്കവാറും എല്ലാ ചിത്രങ്ങളും മോഹൻലാൽ ചിത്രങ്ങളെല്ലാം തന്നെ വിജയം കണ്ടെത്തിയ ചിത്രങ്ങളായിരുന്നു. മോഹൻലാലിൻ്റെ കരിയറിൽ തിളക്കം വർദ്ധിച്ചു തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നതും 1986 തന്നെ. മോഹൻലാൽ, പ്രിയദർശൻ, ജഗദീഷ് ശ്രീകുമാർ, ശ്രീനിവാസൻ കോമ്പിനേഷൻ മലയാള സിനിമയ്ക്ക് ഒരുക്കി കൊടുത്ത ചിത്രം കൂടിയാണിത്. ചിത്രത്തിൻ്റെ കോപ്പി യൂട്യൂബിലും മറ്റ് OTT പ്ലാറ്റ്ഫോമിലുമൊക്കെ ലഭ്യമാണ്. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്.
ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.